Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. Today we start with Chapter 3, Membership, Section 16 to 26. Section 16, Persons who may become members. Section 16, Subsection 1. No person shall be admitted as a member of a society except the following. A. An individual who has attained the age of 18 years. This subclause shall not apply in the case of a society formed exclusively for the benefit of the students of any school or college. സെക്ഷൻ 16 പറയുന്നു ആർക്കൊക്കെ ഒരു സൊസൈറ്റിയുടെ മെമ്പർ ആവാൻ സാധിക്കും. ഇനി 16(1) പറയുന്നത് ഈ താഴെ പറയുന്ന ഇനി പറയുന്ന ആളുകൾക്ക് മാത്രമേ ഒരു സൊസൈറ്റിയുടെ മെമ്പർ ആവാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാമത് പറയുന്നത് ഇൻഡിവിജ്വലാണ്, ഒരു വ്യക്തിക്ക്. ആ വ്യക്തിക്ക് ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മെമ്പർ ആവാൻ പറ്റുള്ളൂ. ആദ്യം ഹു ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്, ആ ഒരു വ്യക്തിക്ക് 18 വയസ്സ് പൂർത്തിയാതിരിക്കണം. ഇതിനൊരു എക്സംഷൻ ഉള്ളത് സ്കൂൾ, കോളേജ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ മെമ്പേഴ്സ് സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്ക് 18 വയസ്സ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഇവിടെ എക്സംഷൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചാണ്. അത് ഈ പ്രാവശ്യത്തെ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്ന കാര്യമാണ്. ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് who has not attained the age of 45 years. That is, in youth cooperatives, maximum age limit for membership is 45 years. On attaining 45 years, the membership of such members shall cease to exist and they shall become associate members of the society. ഒരു യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കണ്ടീഷൻ അതിൻ്റെ മെമ്പേഴ്സിന് 45 വയസ്സ് പൂർത്തിയാവാൻ പാടില്ല എന്നുള്ളതാണ് മെമ്പർഷിപ്പിന്. മാക്സിമം ഏജ് ലിമിറ്റ് 45 ഇയേഴ്സാണ്. ഇൻ കേസ് ഒരാൾക്ക് 45 വയസ്സ് കഴിഞ്ഞെന്നാൽ അദ്ദേഹം പിന്നീട് എ ക്ലാസ് മെമ്പറിൽ നിന്ന് മാറി അസോസിയേറ്റ് മെമ്പറായി മാറുന്നതാണ്. നെക്സ്റ്റ്, ഹു ഈസ് നോട്ട് ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതായത് സൗണ്ട് മൈൻഡുള്ള ആളായിരിക്കണം. എന്ന് വെച്ചാൽ നേരായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ്, ഒരു ഭ്രാന്തനൊന്നും ആവാൻ പാടില്ല. നെക്സ്റ്റ്, ഹു ഈസ് എ റെസിഡൻറ്റ് വിത്തിൻ ഓർ ഈസ് ഇൻ ഒക്യുപ്പേഷൻ ഓഫ് ലാൻഡ് ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. നെക്സ്റ്റ്, എനി അതർ സൊസൈറ്റി. നെക്സ്റ്റ്, എ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. നെക്സ്റ്റ്, ദ ഗവൺമെൻറ് and any body of persons whether incorporated or not and whether or not established by or under any law if such body is approved by the government in this behalf by general or special order. ഒരു വ്യക്തി അദ്ദേഹം താമസിക്കുന്നതോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതോ ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലാണെങ്കിൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് എടുക്കാം. പിന്നെ മറ്റു സൊസൈറ്റികൾക്ക് അംഗത്വം എടുക്കാം. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അംഗത്വം എടുക്കാം. പിന്നെ ഗവൺമെൻറ്റിനും അംഗത്വം എടുക്കാം. ഇതുകൂടാതെ ഏതെങ്കിലും വ്യക്തി സംഘടന, അത് ഇൻകോർപ്പറേറ്റഡ് ആവാം, അല്ലാത്തതാവാം, അല്ലെങ്കിൽ നിയമപ്രകാരം സ്ഥാപിതമായതോ അല്ലാത്തതോ ആവാം. അങ്ങനെയൊരു സംഘടനയെ ഗവൺമെൻറ് സ്പെഷ്യലോ ജനറലോ ഓർഡർ പ്രകാരം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും മെമ്പർഷിപ്പ് എടുക്കാനുള്ള പെർമിഷനുണ്ട്. നെക്സ്റ്റ്, പ്രൊവൈഡഡ് ദാറ്റ് in a society formed for the promotion of the economic interest of members through a specified activity, no person other than one who is likely to be benefited directly by such activity may be admitted as a member of such a society unless such admission is permitted specifically by rules. ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക പ്രവർത്തനത്തിലൂടെ, അതായത് ഇപ്പോൾ ഒരു വാഷർമാൻ സൊസൈറ്റി ആണെങ്കിൽ അവിടുത്തെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനായി രൂപീകരിച്ച സൊസൈറ്റിയിൽ അത്തരം പ്രവർത്തനത്തിൽ നിന്നും നേരിട്ട് പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ളവരെ മാത്രമേ അംഗങ്ങളാക്കാവൂ. അങ്ങനെ അല്ലാത്തവരെ ചേർക്കണമെങ്കിൽ
അത് പ്രത്യേക റൂള് പ്രകാരം മാത്രമേ സാധ്യമാവുകയുള്ളൂ. നെക്സ്റ്റ്, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് where a society is formed exclusively for the benefit of persons engaged in any particular industry. No person who is not an actual worker in the industry shall be admitted in excess of such a percentage of the total membership of the society as may be prescribed. പിന്നീട് പറയുന്നു, ഏതെങ്കിലും പ്രത്യേക വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പ്രയോജനത്തിനായി ഒരു സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ ആ വ്യവസായത്തിലെ യഥാർത്ഥ തൊഴിലാളികളല്ലാത്ത ഒരു വ്യക്തിയെയും സൊസൈറ്റിയുടെ മൊത്തം അംഗത്തിൻ്റെ നിർദ്ദേശിക്കപ്പെട്ട ശതമാനത്തിൽ കൂടുതൽ പ്രവേശിക്കാൻ പാടില്ല. അതായത് ഒരു ചെറിയ ശതമാനം ആളുകളെ ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടത് അല്ലെങ്കിലും അംഗങ്ങളായി ചേർക്കാനുള്ള അനുവാദമുണ്ട് എന്നുള്ളതാണ്. അത് റൂളിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്, പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് ദ കോഫി ബോർഡ്, ദ റബ്ബർ ബോർഡ് ആൻഡ് എനി അതർ സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്, committee or corporation constituted for the purpose of the development of an industry may be admitted as a member of a society engaged in marketing and processing of the products of the industry concerned and formed for the workers and growers of such industry. So, however, that no such board, committee or corporation shall be admitted as a member of a cooperative credit society. ഇവിടെ പറയുന്നത് കോഫി ബോർഡ്, റബ്ബർ ബോർഡ് അല്ലെങ്കിൽ ഒരു വ്യവസായത്തിൻ്റെ വികസനത്തിനായി രൂപീകരിച്ച മറ്റേതെങ്കിലും നിയമാനുസൃതമോ അല്ലാത്തതുമായ ബോർഡോ കമ്മിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിവയെ അതുമായി ബന്ധപ്പെട്ട വ്യവസായത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലും സംസ്കരണത്തിലും ഏർപ്പെട്ടിരിക്കുന്നതും ഈ വ്യവസായത്തിലെ തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി രൂപീകൃതമായ ഒരു സൊസൈറ്റിയിൽ അംഗമായി പ്രവേശിപ്പിക്കാവുന്നതാണ്. എന്നാലും അത്തരം ഒരു ബോർഡിനെയോ കമ്മിറ്റിയെയോ കോർപ്പറേഷനെയോ ഒരു കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അംഗമായി പ്രവേശിപ്പിക്കാൻ പാടില്ല. നെക്സ്റ്റ്, provided also that in the case of hospital cooperative societies, industrial and commercial establishments and other organizations registered under any other law may be admitted as members. For the purpose of this subsection, hospital cooperative society means a society the main object of which is to run a hospital or to conduct medical or paramedical courses or to run medical shops. ഇവിടെ പറയുന്നത് ഹോസ്പിറ്റൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിൽ മറ്റേതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങളെയും മറ്റ് സംഘടനകളെയും അംഗങ്ങളായി ചേർക്കാവുന്നതാണ്. ഈ ഹോസ്പിറ്റൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ നടത്തുകയോ മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുകയോ മെഡിക്കൽ ഷോപ്പ് നടത്തുകയോ ചെയ്യുക എന്ന പ്രധാന ലക്ഷ്യമുള്ള ഒരു സൊസൈറ്റി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ഈ സെക്ഷൻ 16 16(1) അതിൻ്റെ എക്സ്പ്ലനേഷന് ഷോർട്ട് പോയിൻറ്റ്സ് ആയിട്ട് പെട്ടെന്ന് ഓർത്തിരിക്കാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. സെക്ഷൻ 16 പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്. സെക്ഷൻ 16 സബ്സെക്ഷൻ 1 മിനിമം ഏജ് ഇൻഡിവിജ്വൽ മസ്റ്റ് ബി 18 ഇയേഴ്സ് ഓർ എബോവ്. എക്സെപ്ഷൻ വരുന്നത് സ്റ്റുഡൻസ് സൊസൈറ്റീസ്. നെക്സ്റ്റ്, യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് must be below 45 years. After 45, become associate member. Next, mental fitness. Persons must not be of unsound mind. Next, residency or occupation. Must be resident or land occupier in society's area. Next, eligible bodies. Other societies, local self-government, government or approved bodies. Next, specific activity societies. Only those benefiting directly from the activity can be members as per rules. Industry based societies. Only actual workers allowed as members
others only up to a prescribed percentage. Board or committee, coffee board, rubber board, etc. can become members, but not of cooperative credit societies. Hospital cooperative societies, hospitals, industries and commercial establishments can be members. Purpose, hospital, medical shop or paramedical training. Next, last episode answers ആണ്. Question number 1. Dash is the capital of Andhra Pradesh. Answer is Amaravati. Next, choose the correct meaning of the phrase given in brackets. De jure. Answer is by law. എന്ന് വെച്ചാൽ നിയമപ്രകാരമുള്ള. Next, if airline is written as EILRIA7, so railway will be written as. Answer option 1 ആണ്. അതായത് ഇത് ആൻസർ കിട്ടിയേക്കുന്നത് ഈ ലെറ്റേഴ്സിനെ തിരിച്ചിട്ടേക്കുവാണ്. ഇതിൽ 6 റെയിൽവേയുടെ 6 ലാസ്റ്റ് ഇട്ടേക്കുന്നു, വൈനെ ആദ്യം ഇട്ടേക്കുന്നു. അങ്ങനെ ആ ഓർഡറിൽ തിരിച്ചിട്ടേക്കാണ്. പിന്നെ ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അതിൻ്റെ നമ്പറും ലാസ്റ്റ് എഴുതിയേക്കുന്നു. അത്രയേ ഉള്ളൂ. Now your turn to answer. Question number 1. Bald eagle is the national bird of which country? Next question. Synonyms of appear. Next question. A spare parts manufacturing company sold 400 units at rupees 80 and 500 units at rupees 50 to an automobile company. The cost to produce each unit was rupees 60. What was the company's total profit or loss after selling all 900 units? Leave your answer in the comment box and stay tuned for the next episode. Thank you.